അയ്യോ അച്ഛ, എന്നെ ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോണം. ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ഇനി ജീവിക്കൂല. ഒരു നിമിഷം എനിക്ക് ഇനി വീട്ടിൽ നിക്കാൻ പറ്റൂല അച്ഛാ. എന്ത് പറ്റും മോളെ? ഞാനൊരു സ്വർണ്ണ പാദസരം ചോദിച്ചാ അത് മേടിച്ചു തരാൻ പറ്റൂലെന്ന്. ഒരു സ്വർണ്ണ പാദസരം പോലും മേടിച്ചു തരാൻ പറ്റാത്ത ഇങ്ങനെ കൂടെ ഞാൻ ഇനി ജീവിക്കണ. ഒരു സ്വർണ്ണ പാദസരം പോലും മേടിച്ച് തരാത്തവനാണല്ലേ അവൻ. മോളെ വിഷമിക്കണ്ട, അച്ഛൻ ഇപ്പൊ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോരാ. ആ ശരി അച്ഛാ. നിന്റെ അച്ഛൻ വിളിക്കണ്ടല്ലോ. ഹലോ അച്ഛാ. എന്താ മോനെ പ്രശ്നം? എന്റെ അച്ഛ സ്വർണ്ണ പാദസരം വേണമെന്ന് പറഞ്ഞ അവള് രാവിലെ തൊട്ട് കരച്ചിലാണ്. സ്വർണത്തിന്റെ വില അച്ഛൻ അറിയാല്ല. എന്റെ കാശില്ല, അച്ഛൻ വേണേ അവളെ വന്ന് കൊണ്ടുപോക്കോ. എന്റെ മോനെ, ഞങ്ങൾ ഇവിടെ സമാധാനത്തോടെയാണ് കഴിയണത്. ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ട് വിട്ടേക്കല്ലേ. പാദസരം മേടിക്കാൻ വേണേ ഞാൻ 2 ലക്ഷം രൂപ തന്നേക്കാം. അതല്ല അച്ഛാ, ഇന്ന് അവള് പാദസരം ചോദിച്ചു. നാളെ അവള് സിനിമക്ക് പോകണം, ഡ്രസ്സ് എടുക്കാൻ പോകണമെന്നും പറഞ്ഞ് വീണ്ടും എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിക്കും. അതുകൊണ്ട് അച്ഛൻ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണത് നല്ലത്. അച്ഛൻ ഇങ്ങോട്ട് വന്നോന്നില്ല, വേണേ ഞാൻ അങ്ങോട്ട് ആക്കാം. എന്നാ ഞാൻ 4 ലക്ഷം രൂപ തരാം. എന്താന്ന് വെച്ചാൽ അവൾക്ക് മേടിച്ചു കൊടുത്തേക്ക്. അതൊന്നും നടക്കൂല അച്ഛാ. അച്ഛൻ ഇവിടെ നിന്ന് കൊണ്ടുപോകണം നല്ലത്. അവള് ഭയങ്കര വാശിക്കാരിയാണെന്നേ. എന്നാ പോട്ടെ, ഒരു 6 ലക്ഷം രൂപ ഞാൻ തരാം. ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ട് വിട്ടേക്കരുത്. എന്നാ ശരി അച്ഛാ, തൽക്കാലം അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഓക്കെ മോനെ, അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. ആ ശരി അച്ഛാ. എന്നാ അച്ഛനാ. മോളെ പാദസരം മേടിച്ചു തരും. എടാ മരുമോനെ, എന്റെ മോക്ക് പാദസരം മേടിച്ചു കൊടുത്തേങ്ങോട്ടാ. ആ ശരി അച്ഛാ. എന്നാ നമുക്ക് പാദസരം മേടിക്കാൻ പോയാലോ? പിന്നെ 2 ലക്ഷത്തിൽ താഴെയുള്ള പാദസരം മേടിക്കണേ. അതൊക്കെ